നമ്മൾ ശരിക്കും ഒത്തിരി നാളായി ട്രാൻസ്ഫേഴ്സിനെ കുറിച്ച് സംസാരിച്ചിട്ട്. അപ്പം ആദ്യം തന്നെ നമ്മൾ ഇന്ന് വന്ന റിപ്പോർട്ട്, ലോറി വിറ്റ്വലിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് യുണൈറ്റഡ് പ്രിഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ മാർക്കറ്റിൽ യുണൈറ്റഡ് പ്രിഫർ ചെയ്യുന്ന 3 പൊസിഷൻസ് എന്ന് പറയുന്നത്, ഒന്ന് ലെഫ്റ്റ് ബാക്ക്, ഒന്ന് സ്ട്രൈക്കർ, മറ്റൊന്ന് 2 മിഡ്ഫീൽഡേഴ്സ്. ഇത്രയുമാണ് യുണൈറ്റഡിൻ്റെ പ്രയോറിറ്റി പൊസിഷൻസ്. ഇതേ റിപ്പോർട്ടിൽ തന്നെ ലോറി വിറ്റ്വൽ പറയുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോട്ടൻഹാമിൻ്റെ ഡിഫൻഡർ മിക്കി വാൻഡവിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആണെന്ന്. അപ്പോൾ നമ്മൾ ശരിക്കും ഈ ഒരു മിക്കി വാൻഡവിൻ എന്ന് പറയുന്ന മനുഷ്യനെ തന്നെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി റെഡ് ഫ്ലാഗ് ഉള്ള ഒരു ഡിഫൻഡറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പുള്ളി ഒരു ഇഞ്ചുറി പ്രോൺ ഡിഫൻഡറാണ്. ശരിക്കും ഈ ഒരു മത്തേസ് ഡിലീറ്റ് അല്ലെങ്കിൽ ലിച്ച ഇത് ആ ഒരു രീതിയിൽ അത്രയും കൺസിസ്റ്റൻ്റായിട്ട് ഇഞ്ചുറി ഉള്ള മനുഷ്യനാണ് ഈ ഒരു മിക്കി വാൻഡവിന്. 2024-25 സീസണിൽ 30 മത്സരമാണ് പുള്ളി മിസ് ചെയ്തത്. പുള്ളിക്ക് ഈ ഒരു ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്ന് പറയുന്നത് പുള്ളിക്ക് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അതൊരു വലിയ റെഡ് ഫ്ലാഗാണ് നമ്മളെ സംബന്ധിച്ച്. നമ്മൾ ഇഞ്ചുറി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് പുതിയൊരു ഡിഫൻഡർ വേണമെന്ന് നമ്മൾ പലപ്പോഴും പറയുന്നത്. അപ്പം പിന്നെ ഒരു ഇഞ്ചുറി ഉള്ള ഒരു ഡിഫൻഡറിനെ ഇവിടെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ബുദ്ധിപരമായിട്ടുള്ള ഒരു തീരുമാനമല്ല. പിന്നെ ഈ ഒരു മിക്കി വാൻഡവിൻ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസ് ഭയങ്കരമായിട്ടുള്ള പ്ലെയറാണ്, പലരും പറയുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടോട്ടൻഹാമിൻ്റെ മാനേജർ തോമസ് ഫ്രാങ്കിനെയൊക്കെ പല സമയത്തും പബ്ലിക്കലി ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മാച്ചിൻ്റെ ഇടയിൽ പുള്ളി കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ കേൾക്കാൻ പോലും പുള്ളി തയ്യാറാകുന്നില്ല. അപ്പം പുള്ളി അറിഞ്ഞുകൊണ്ട് പോയി റെഡ് കാർഡ് മേടിക്കുന്നു എന്ന തരം ആരോപണങ്ങൾ ഈ മിക്കി വാൻഡവിൻ്റെ മേളിലുണ്ട്. അതുമാത്രമല്ല, ഇതിൻ്റെയൊക്കെ പുറത്ത് ഈ ഒരു മിക്കി വാൻഡവിൻ എന്ന് പറയുന്ന മനുഷ്യൻ കടുത്ത ലിവർപൂൾ ആരാധകനാണ്. പുള്ളി കൊച്ചിലെ ആ ഒരു വളരെ ചെറുതിൽ പുള്ളി ആൻഫീൽഡ് വിസിറ്റ് ചെയ്തതും മാച്ച് കണ്ടതും ആ സമയം എന്ന് പറയുന്നത് പുള്ളിയുടെ ലൈഫിൽ ഏറ്റവും വലിയൊരു ഗൂസ് ബംപ് മൊമെൻ്റ് ആയിരുന്നു എന്നൊക്കെ പുള്ളി പല പ്രാവശ്യം പറയുന്നുണ്ട്. അപ്പം ഓപ്പൺലി പുള്ളി ലിവർപൂളുമായിട്ട് ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. ഇപ്പം ബെൻ ജേക്കബ്സ് പറയുന്നുണ്ട്, ഇപ്പം നമ്മളും ലിവർപൂളും ഒരുമിച്ച് പുള്ളിക്ക് വേണ്ടി അപ്രോച്ച് നടത്തിയാൽ നമ്മളെ തഴഞ്ഞിട്ട് ലിവർപൂളിനെ പുള്ളി ചൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പം ഇത്രയും റെഡ് ഫ്ലാഗുകളുള്ള മനുഷ്യനെ എന്തിന് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് മാത്രമല്ല, നമ്മുടെ വളർന്നു വരുന്ന ഡിഫൻഡേഴ്സ്, ഇപ്പം എയ്ഡൻ ഹെവൻ അതുപോലെ തന്നെ ലെനിയോറോ, ഈ 2 പ്ലെയേഴ്സിനെ സംബന്ധിച്ച് അവരുടെ ഗ്രോത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരം ഏജുള്ള പ്ലെയറാണ് ഈ ഒരു മിക്കി വാൻഡവിൻ. അപ്പം നമ്മൾ ഈ ഒരു റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, നമ്മൾ ശരിക്കും ഈ ഒരു ലെനിയോറോ അതുപോലെ തന്നെ എയ്ഡൻ ഹെവൻ, ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും ആർസണലിൻ്റെ സലീബ ഗബ്രിയൽ കോമ്പിനേഷൻ പോലെ വളർത്തിക്കൊണ്ട് വരാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കോംബോ ആണ്. അതുകൊണ്ട് തന്നെ മിക്കി വാൻഡവിൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇത്രയും റെഡ് ഫ്ലാഗ് പ്ലസ് ഏജ്, അപ്പോൾ അങ്ങനത്തെ ഒത്തിരി നെഗറ്റീവ് ഇഷ്യൂസ് ഉണ്ട്. ഒരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട പ്ലെയറല്ല. ടാലൻറ്റ് ക്വാളിറ്റി വൈസ് ഒന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഒത്തിരി റെഡ് ഫ്ലാഗുകൾ, ഞാൻ പറഞ്ഞ ഇത്രയും റെഡ് ഫ്ലാഗുകളുള്ള മനുഷ്യനെ നമുക്ക് ആവശ്യമില്ല. നമുക്കുള്ള മനുഷ്യൻ സ്ട്രൈറ്റ് അവേ നമ്മുടെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. മാർക്കോ സെന്നസി, 28 വയസ്സുള്ള മാർക്കോ സെന്നസി എന്ന് പറയുന്ന മനുഷ്യൻ പുള്ളിയുടെ ടോപ്പിൽ കളിക്കുന്ന, പുള്ളിയുടെ ആ ഒരു പ്രൈമിലുള്ള മനുഷ്യനാണ്. ഇങ്ങനത്തെ ചെറിയ ഡിഫൻഡേഴ്സിന്, യങ് ഡിഫൻഡേഴ്സിന് ശരിക്കും ലുക്കപ്പ് ടു ചെയ്യാൻ പറ്റുന്ന ഒരു തരം ഡിഫൻഡർ. യോറോയ്ക്കും ഹെവനും ഒക്കെ വളർന്ന് വരാനുള്ള ആ ഒരു ടൈമും കിട്ടും. പുള്ളിക്ക് അവർക്ക് ലുക്കപ്പ് ടു ചെയ്യാനുള്ള ഒരു ഡിഫൻഡർ, ആ ഒരു രീതി കാണാൻ പറ്റുന്ന ഡിഫൻഡർ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള ഒരു പ്ലെയർ. അത് മാത്രമല്ല, ക്വാളിറ്റിയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ് ഇഷ്യൂസിൻ്റെ കാര്യത്തിലും ഒക്കെ ബെറ്റർ പ്ലെയറാണ് മാർക്കോ സെന്നസി. അതുകൊണ്ട് തന്നെ ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള ആ ഒരു മനുഷ്യനുമായിട്ട് എത്രയും വേഗം നമ്മൾ ഡിസ്കഷൻസ് നടത്തണം, ഡീൽ ഉറപ്പിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഡിഫൻസിൽ ഏതെങ്കിലും ഒരു സൈനിങ്സ് നടത്തുന്നുണ്ടെങ്കിൽ ഈ മോൾഡിലുള്ള തരം പ്ലെയറാണ്. എസ്പെഷ്യലി ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള ഈ മനുഷ്യനെ നമുക്ക് ചീപ്പറായിട്ട് സൈൻ ചെയ്യാൻ പറ്റും, നെഗോഷിയേറ്റ് ചെയ്യണം. ഇങ്ങനത്തെ ഡീല് പുൾ ഓഫ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. ഇങ്ങനത്തെ ഡീൽസ് ഒന്നും നമ്മൾ പുൾ ഓഫ് ചെയ്യാറില്ല. ഇങ്ങനത്തെ ഫ്രീ ഏജൻസിനെയൊക്കെ അല്ലെങ്കിൽ ഇത്തരം നല്ല പ്ലെയേഴ്സൊക്കെ ഫ്രീ ഏജൻ്റ് ആകുമ്പോൾ നമുക്കത് കിട്ടാറില്ല. അത് നമ്മുടെ ടീമിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ റിക്രൂട്ടിംഗ് ടീമിൻ്റെ, നെഗോഷിയേറ്റിംഗ് ടീമിൻ്റെ ഒക്കെ കഴിവുകേടാണ്. അപ്പം ഈ ഒരു പ്ലെയർ ഉള്ളപ്പോൾ ആ പ്ലെയറിന് വേണ്ടി തന്നെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ നമ്മൾ മിഡ്ഫീൽഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 2 മിഡ്ഫീൽഡേഴ്സിനെയാണ് ലോറി വിറ്റ്വലിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ നമുക്ക് 2 മിഡ്ഫീൽഡർ കൊണ്ട് പറ്റത്തില്ല, തികയത്തില്ല, നടക്കത്തില്ല. 2 മിഡ്ഫീൽഡർ എന്ന് പറയുന്നത് ഒന്ന് കസമീറോ പോവും, ഒന്ന് ഉഗാർത്തെ പോവും. അവർക്ക് റീപ്ലേസ്മെൻറ്റ് 2 മിഡ്ഫീൽഡർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് 2 മിഡ്ഫീൽഡർ പ്ലസ് കോബി മേനു പ്ലസ് അക്കാഡമി മിഡ്ഫീൽഡേഴ്സ്, ടൈലർ ഫ്ലെച്ചർ, ജിം ട്വൈറ്റ്സ്, ഇങ്ങനത്തെ ആൾക്കാരെയൊക്കെയാണ് ഇവർ നമ്മുടെ മിഡ്ഫീൽഡിൽ കളിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. എന്നെ സംബന്ധിച്ച് നമുക്ക് 3 മിഡ്ഫീൽഡേഴ്സ് വേണം.
അപ്പോൾ നമ്മുടെ മിഡ്ഫീൽഡ് ടാർഗറ്റ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്ന പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഒന്ന് ബ്രൈറ്റൻ്റെ കാർലോസ് ബലേബ, അതുപോലെ തന്നെ വെസ്റ്റ് ഹാമിൻ്റെ മത്തേസ് ഫെർണാണ്ടസ്, പിന്നെ വൂൾസിൻ്റെ ജാവോ ഗോമസ്, ബോൺമൂത്തിൻ്റെ അലക്സ് സ്കോട്ട്. ഇത്രയും പ്ലേയേഴ്സിൻ്റെ പേരാണ് നമ്മളുമായിട്ട് സ്ട്രോങ് ആയിട്ട് ലിങ്ക് ചെയ്ത് കേൾക്കുന്നത്. ഇപ്പം ഇതിന് മുന്നേ ടൊണാലിയുടെ കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടൊണാലി എന്ന് പറയുന്ന ആ ഒരു പ്ലെയറിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഫൈനാൻഷ്യലി നമ്മൾ ബുദ്ധിമുട്ടും, അതുകൊണ്ട് തന്നെ ആ ഒരു പ്ലെയറിന് വേണ്ടി പോകത്തില്ല എന്നാണ് റീസെൻ്റായിട്ട് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കുറച്ച് പ്ലെയേഴ്സ്, ബലേബയുടെ കാര്യം നോക്കിയാൽ ബലേബയുടെ ഈ ഒരു സീസൺ ഭയങ്കര മോശമാണ്. ബലേബ ഈ ഒരു സീസണിൽ 4 പ്രാവശ്യം ഹാഫ് ടൈമിന് മുന്നേ സബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുമാത്രമല്ല 90 മിനിറ്റ് ഈ ഒരു സീസണിൽ പ്രീമിയർ ലീഗിൽ കംപ്ലീറ്റ് ചെയ്തത് ആകപ്പാടെ 3 പ്രാവശ്യമാണ്. അതിലൊന്നെന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ചെൽസിയുമായിട്ടുള്ള മത്സരം വെച്ചിട്ടും അതിനകത്തെ പെർഫോമൻസ് വെച്ച് ഒരിക്കലും ഞാൻ ബലേബയെ റേറ്റ് ചെയ്യത്തില്ല. ബലേബ എന്ന് പറയുന്ന പ്ലെയറിന് വേണ്ടി 75-80 മില്യനൊക്കെയാണ് ബ്രൈറ്റൺ ചോദിക്കുന്നത്. യുണൈറ്റഡിൻ്റെ വാലുവേഷൻ എന്ന് പറയുന്നത് 50 മില്യനാണ്. 50 മില്യണിൽ ഒറ്റ രൂപ പോലും യുണൈറ്റഡ് കൂടുതൽ കൊടുക്കത്തില്ല എന്നാണ് ഇപ്പം കേൾക്കുന്നത്. പിന്നുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അലക്സ് സ്കോട്ട്, അതുപോലെ തന്നെ മത്തേസ് ഫെർണാണ്ടസ്. അലക്സ് സ്കോട്ട്, മത്തേസ് ഫെർണാണ്ടസ് ആണ് എന്നെ സംബന്ധിച്ച് 2 ഐഡിയൽ മിഡ്ഫീൽഡ് സൈനിങ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം കാർലോസ് ബലേബ 75-80 മില്യൺ ഒന്നും നമുക്ക് സൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഈ 2 മിഡ്ഫീൽഡേഴ്സ് ഉണ്ട്. അപ്പം മത്തേസ് ഫെർണാണ്ടസ്, അലക്സ് സ്കോട്ട് ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ കാർലോസ് ബലേബയും കൂടെ സൈൻ ചെയ്താൽ വേണമെങ്കിൽ നോ പ്രോബ്ലം. അല്ലെങ്കിൽ കാർലോസ് ബലേബ, അല്ലെങ്കിൽ മൂന്നാമതായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മത്തേസ് ഫെർണാണ്ടസ്, അലക്സ് സ്കോട്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഒന്നിൽ കാർലോസ് ബലേബ അല്ലെങ്കിൽ ജാവോ ഗോമസ്. പിന്നെ ഇതൊന്നും അല്ലാതെ നമ്മൾ എലിയട്ട് ആൻഡേഴ്സിൻ്റെ കാര്യമൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ 125 മില്യൺ പൗണ്ട്സ് ആണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിൻ്റെ ഓണർ എലിയട്ട് ആൻഡേഴ്സിന് വേണ്ടി ചോദിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ഒരിക്കലും നമ്മൾ അതിന് വേണ്ടി പോകേണ്ട കാര്യമില്ല. സിറ്റി ആണെങ്കിൽ എത്ര കാശ് വേണമെങ്കിലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നു എന്നാണ് കേൾക്കുന്നത്. സിറ്റിയുടെ കയ്യിൽ പൂത്ത പണമുണ്ട്, കാശ് പൊട്ടിക്കാനും അവർ തയ്യാറാണ്. പക്ഷേ നമുക്ക് അത്രയും കാശുണ്ടെങ്കിൽ 2 മിഡ്ഫീൽഡേഴ്സിനെ സുഖമായിട്ട് നമുക്ക് അലക്സ് സ്കോട്ടിനെ, മത്തേസ് ഫെർണാണ്ടസിനെ സൈൻ ചെയ്യാം. മത്തേസ് ഫെർണാണ്ടസും എലിയട്ട് ആൻഡേഴ്സനും തമ്മിൽ ക്വാളിറ്റി വൈസ് എനിക്ക് വലിയ വ്യത്യാസവും തോന്നുന്നില്ല. വളർന്ന് വരും തോറും എനിക്ക് തോന്നുന്നു എലിയട്ട് ആൻഡേഴ്സിനേക്കാളും നല്ലൊരു പ്ലെയറായി മാറാൻ സാധ്യതയുള്ള മനുഷ്യനാണ് മത്തേസ് ഫെർണാണ്ടസ്. അതുകൊണ്ട് തന്നെ മത്തേസ് ഫെർണാണ്ടസ്, അലക്സ് സ്കോട്ട്, അതുപോലെ തന്നെ ജാവോ ഗോമസ് പോലത്തെ പ്ലേയേഴ്സിനെ നമുക്ക് സൈൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് മതി. നമ്മുടെ മിഡ്ഫീൽഡിന് ആവശ്യത്തിൽ കൂടുതലായി. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മളുമായിട്ട് ലിങ്ക് ചെയ്ത് കേട്ടിരുന്ന ഒരു പേരാണ് റയൽ മാഡ്രിഡിൻ്റെ മിഡ്ഫീൽഡർ, അല്ലെങ്കിൽ റയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഒറേലിയൻ ചൗമേനിയുടെ പേര്. ഒറേലിയൻ ചൗമേനിയുടെ പേര് എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റിംഗ് പേരാണ്. അപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആകുന്നു, വീഡിയോസ് ചെയ്യുന്നു, ചൗമേനി വരാൻ പോകുന്നു, ഭയങ്കര ഇൻട്രസ്റ്റഡ്. എനിക്ക് ആദ്യം തൊട്ടേ പ്രതീക്ഷയില്ലായിരുന്നു. റയൽ മാഡ്രിഡ് അവരുടെ മിഡ്ഫീൽഡിലെ ഒന്നാമത്തെ പേരായിട്ടുള്ള ഫസ്റ്റ് ചോയ്സ് മിഡ്ഫീൽഡറായിട്ടുള്ള ഒറേലിയൻ ചൗമേനിയെ നമുക്ക് വിൽക്കുക, അതും 26-ാമത്തെ വയസ്സിൽ പുള്ളിയുടെ പ്രൈമിലോട്ട് എൻ്റർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വിൽക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. ഒരിക്കലും റയൽ മാഡ്രിഡ് പോണ ഒരു ക്ലബ്ബ് അതിന് തുനിയത്തില്ല. പലരും പറഞ്ഞുകൊണ്ടിരുന്ന കാരണം റോഡ്രി അങ്ങോട്ട് വരുമ്പോൾ റോഡ്രിയുടെ പ്രൈസ്, റോഡ്രിയുടെ സാലറി ഇതൊന്നും റയലിന് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ചൗമേനിയെ വിറ്റാണ് അതിനുള്ള പൈസ കണ്ടെത്താൻ റയൽ ആഗ്രഹിക്കുന്നതെന്ന് എന്ന തരം റിപ്പോർട്ട്സ് പലയിടത്തും വരുന്നുണ്ട്. ഒരിക്കലും റോഡ്രിക്ക് വേണ്ടി റയൽ മാഡ്രിഡ് പോകും എന്നുള്ളതിന് തന്നെ കൺഫേംഡ് റിപ്പോർട്ട്സ് ഒന്നുമില്ല. അത് ലിങ്ക്സും കാര്യങ്ങളും മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം റോഡ്രി വന്നാൽ തന്നെ ഞാൻ പറയുന്നു, ചൗമേനി എന്ന് പറയുന്ന പ്ലെയറിനെ മിഡ്ഫീൽഡിൽ മാത്രമല്ല ഡിഫൻസിലും സുഖസുന്ദരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്ലെയറാണ്. ഡിഫൻസീവിലിയും റയൽ മാഡ്രിഡ് വീക്കാണ്. അപ്പോൾ ആ രീതിയിൽ ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറിനെ വിറ്റ് തുലയ്ക്കും, അതും 70 മില്യന് നമുക്ക് തരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന നമ്മളാണ് മണ്ണന്മാർ. ഫബ്രീസിയോ റൊമാനോ ഇന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, റയൽ മാഡ്രിഡിന് ഒറേലിയൻ ചൗമേനിയെ വിൽക്കാനുള്ള യാതൊരു പ്ലാനും ഇല്ല, ആ മോഹമൊക്കെ 8 മടക്കി പോക്കറ്റിലോട്ട് വെച്ചോ എന്നാണ് ഫബ്രീസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആരും എക്സൈറ്റഡ് ആയിട്ട് ഒറേലിയൻ ചൗമേനിയുടെ ഡീലിൻ്റെ പുറകെ പോകണ്ട. നമുക്ക് വിധിച്ചിട്ടുള്ള പ്ലെയേഴ്സ് എനിക്ക് തോന്നുന്നത്, ഞാൻ പറഞ്ഞ ഒരു 3-4 പ്ലെയേഴ്സ് കുറച്ച് മുന്നേ പറഞ്ഞല്ലോ, ആ പ്ലെയേഴ്സിൽ ആരെങ്കിലും ഒക്കെ ആയിരിക്കും നമ്മുടെ സൈനിങ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ സ്ട്രൈക്കറിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് യുണൈറ്റഡിൽ നിന്ന് സെർക്സി പോവുകയാണെങ്കിൽ നമ്മളൊരു എക്സ്പീരിയൻസ്ഡ് പ്യോർ സ്ട്രൈക്കറിനെ തന്നെ സൈൻ ചെയ്യാൻ ശ്രമിക്കും എന്നാണ് റിപ്പോർട്ടൊക്കെ അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പം പ്യോർ സ്ട്രൈക്കർ എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം. വേണമെങ്കിൽ എക്സ്പീരിയൻസ്ഡ് സ്ട്രൈക്കറിലെ പ്രീമിയർ ലീഗിൽ ഡാനി വെൽബക്ക് പോണത്തെ സ്ട്രൈക്കർ ഈ സീസണിൽ 13 ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രൈക്കർ, അല്ലെങ്കിൽ ലാലിഗയിലോട്ട് പോയി കഴിഞ്ഞാൽ ലാലിഗയുടെ ഗോൾ സ്കോറേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമ്പർ 1 കിലിയൻ എംബാപ്പെ, രണ്ടാമത് നിൽക്കുന്ന 2 പേരുണ്ട്. മയോർക്കയുടെ വേദത്ത് മുർക്കിയും അതേപോലെ തന്നെ ഒസസൂണയുടെ ആൻറ്റെ ബുദമീർ. ഈ 2 പ്ലെയേഴ്സും 18 ഗോൾ വെച്ചാണ് ഈ സീസണിൽ
ഇതുവരെ സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പം എന്നെ സംബന്ധിച്ച് ഈ രണ്ട് സ്ട്രൈക്കേഴ്സിന്, ഈ സ്ട്രൈക്കേഴ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് മയോർക്കാടെ വേദത്ത് മുർക്കിയാണ്. മുർക്കി എപ്പോഴും കാണും എനിക്ക് തോന്നുന്ന ഒരു സ്ലാട്ടാൻ ഇബ്രാഹിമോവിച്ചിൻ്റെ മോൾഡിലുള്ള സ്ട്രൈക്കർ, 31 വയസ്സുള്ള സ്ട്രൈക്കർ, എപ്പോഴും ആ ഒരു നമുക്കൊരു ടാർഗറ്റ് മാനായിട്ട് യൂസ് ചെയ്യാം. ഒരു ബോക്സിലൊരു പ്രസൻസ്, ഫോക്സ് ഇൻ ദ ബോക്സ് തരം ഒരു അഗ്രസീവും ഫിസിക്കലും എക്സ്ട്രീംലി ഫിസിക്കലുമായിട്ടുള്ള ഒരു സ്ട്രൈക്കറാണ്. നമുക്ക് എപ്പോഴും എനിക്ക് തോന്നുന്നു അത്ര ഫിസിക്കൽ സ്ലാട്ടാൻ്റെ ആ ഒരു മോൾഡിലുള്ള പ്ലെയർ എന്ന് പറയുന്നത് എപ്പോഴും പ്രീമിയർ ലീഗിൽ ഒരു സക്സസ് ആകാൻ സാധ്യതയുള്ള തരം ഒരു സ്ട്രൈക്കറാണ്. അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് വേദത്ത് മുർക്കി തന്നെയാണ്. പ്ലെയർ ഇവിടെ വന്നാലും സ്കോർ ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ സെസ്കോയ്ക്ക് ലുക്കപ്പ് ടു ചെയ്യാൻ പറ്റുന്ന ഒരു തരം സ്ട്രൈക്കർ തന്നെയാണ്. പിന്നെ ലെഫ്റ്റ് ബാക്കിൻ്റെ ഓപ്ഷനാണ് ലോറി വിറ്റ്വെൽ പുള്ളിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പം ലെഫ്റ്റ് ബാക്കിൻ്റെ കാര്യത്തിൽ പുള്ളി പേരുകളുടെ കാര്യമൊന്നും ആ ഒരു റിപ്പോർട്ടിൽ പറയുന്നില്ല. എനിക്ക് തോന്നുന്നത് യുണൈറ്റഡ് പലപ്പോഴും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറയുന്നത് ലെവിസ് ഹാൾ പോണക്കത്തെ ഒരു പ്ലെയർ. ആ ലെവിസ് ഹാളിനെ ന്യൂകാസിലിൽ നിന്ന് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. 2029 വരെ കോൺട്രാക്റ്റ് ഉണ്ട്. പിന്നെ ന്യൂകാസിൽ എന്തുമാത്രം കാശ് ചോദിക്കും, ഇതൊന്നും നമുക്ക് യാതൊരു പിടുത്തവുമില്ല. പിന്നെ ലെഫ്റ്റ് വിങ്ങിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് വിങ്ങിൽ എനിക്ക് തോന്നുന്നത് മത്തേസ് കുണിയ ഇപ്പോൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡോർഗു ഇപ്പം ഇഞ്ചുറി കഴിഞ്ഞ് തിരിച്ചു വരും എന്ന് കേൾക്കുന്നു. മെയ് 3 നടക്കാൻ പോകുന്ന ആ ഒരു ലിവർപൂളുമായിട്ടുള്ള മത്സരത്തിൽ പുള്ളി തിരിച്ചു വരും. ഉടൻ തന്നെ പുള്ളി ഫുൾ ട്രെയിനിങ്ങിൽ ഏർപ്പെടും എന്നൊക്കെയുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. അപ്പം ഇത്രയുമാണ് എനിക്ക് ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻകമിങ്സിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടുന്ന് നമുക്ക് കളയേണ്ട പ്ലെയർ, അതായത് മാർക്കസ് റാഷ്ഫോർഡ് പോണക്കത്തൊരു പ്ലെയർ. മാർക്കസ് റാഷ്ഫോർഡ് ഇപ്പം ലോണിൽ ബാർസലോണയിൽ കളിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ബാർസലോണ ആരാധകർക്കും ബാർസലോണയ്ക്കും റാഷ്ഫോർഡിനെ ഇപ്പം സൈൻ ചെയ്യാൻ താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. കാരണം 30 മില്യൺ യൂറോസ് എന്ന് പറയുന്നത് റാഷ്ഫോർഡിനെ സംബന്ധിച്ചത് ഒത്തിരി കൂടിയ പ്രൈസാണെന്നാണ് ബാർസലോണ അവകാശപ്പെടുന്നത്. ഇതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ബാർസലോണയുടെ കയ്യിൽ ഫൈനാൻസ് ഇല്ല. ബാർസലോണയ്ക്ക് സ്ട്രൈക്കർ, ലെഫ്റ്റ് ബാക്ക്, അതുപോലെ തന്നെ ഡിഫൻഡേഴ്സ്, ഇങ്ങനത്തെ സൈനിങ്സ് ഒക്കെ നടത്തണം. പക്ഷേ കയ്യിൽ കാശില്ലാത്ത അവസ്ഥയിൽ റാഷ്ഫോർഡിനെയും കൂടെ 30 മില്യൺ യൂറോസ് പൊട്ടിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് ഫൈനാൻഷ്യലി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്ന റാഷ്ഫോർഡ് വലിയ മത്സരങ്ങളിൽ അവർക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നില്ല. അതുകൊണ്ട് റാഷ്ഫോർഡിന് 30 മില്യൺ യൂറോസിൻ്റെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ വേണമെങ്കിൽ ലോണിൽ തന്നാൽ ഞങ്ങൾ കളിപ്പിക്കാം എന്നുള്ള തരത്തിലുള്ള ആർഗ്യുമെൻറ്റ്സ് ആണ് ശരിക്കും ബാർസലോണ ഫാൻസും ഒക്കെ പറയുന്നത്. അപ്പോൾ എനിക്ക് ബാർസലോണയിലുള്ള റാഷ്ഫോർഡിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇതുവരെ 12 ഗോള്, അതുപോലെ തന്നെ 10 അസിസ്റ്റ്, ഇത്രയും കാര്യം ബാർസലോണയ്ക്ക് വേണ്ടി റാഷ്ഫോർഡിന് ആസ് എ ലോണി പുള്ളിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ലെവൻഡോസ്കിയെക്കാളും അവരുടെ ഫെറാൻ ടോറസ്, അവരുടെ സ്ട്രൈക്കേഴ്സിനേക്കാളും കൂടുതൽ പെർഫോമൻസ് ശരിക്കും റാഷ്ഫോർഡ് ബാർസലോണയ്ക്ക് ഈ സീസണിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. പൈസ തന്നെയാണ് പ്രശ്നം എന്ന് എനിക്കറിയാം. റാഷ്ഫോർഡ് 30 മില്യൺ യൂറോസ് നമുക്ക് തന്നില്ലെങ്കിൽ റാഷ്ഫോർഡിനെ തിരിച്ച് വിളിക്കുക, ഇവിടെ കൊണ്ടുവരിക. എനിക്കിവിടെ തിരിച്ച് റാഷ്ഫോർഡിനെ ടീമിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കളിപ്പിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. റാഷ്ഫോർഡിന് ഇതിൽ കൂടുതൽ കാശ് കിട്ടും. ന്യൂകാസിലൊക്കെ റാഷ്ഫോർഡിനെ ടാർഗറ്റ് ചെയ്യുന്നതോടെ തിരിച്ച് വരികയാണെങ്കിൽ ന്യൂകാസിൽ മേടിക്കാൻ തയ്യാറാകും എന്ന് പറയപ്പെടുന്നു. അപ്പം റാഷ്ഫോർഡിനെ വെച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ലെവിസ് ഹാളിൻ്റെ ഡീലൊക്കെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഒരിക്കലും 30 മില്യൺ യൂറോസിൽ താഴ്ത്തി അല്ലെങ്കിൽ അടുത്ത ഒരു ലോണിന് വേണ്ടി ബാർസലോണയ്ക്ക് റാഷ്ഫോർഡിനെ കൊടുക്കാതിരിക്കുക, അതാണ് എൻ്റെ ആഗ്രഹം. ഈവൻ മൈക്കിൾ ക്യാരിക്കാണ് നമ്മുടെ കോച്ചായിട്ട് വരുന്നതെങ്കിൽ പുള്ളി ചിലപ്പം നമ്മുടെ ടീമിൽ തന്നെ റാഷ്ഫോർഡിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള എല്ലാ ചാൻസും ഉണ്ടെന്ന് പല റിപ്പോർട്ട്സും പറയുന്നുണ്ട്. അപ്പോൾ മൈക്കിൾ ക്യാരിക്കിൻ്റെ മാനേജറിയൽ പൊസിഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും ഇപ്പം അടുത്ത് വന്ന റിപ്പോർട്ട്സ് ആൻഡി മിറ്റനൊക്കെ പറയുന്നത് യുണൈറ്റഡ് അത്രയും ഫുള്ളി കൺവിൻസ്ഡ് അല്ല മൈക്കിൾ ക്യാരിക്കിൻ്റെ കാര്യത്തിൽ. കാരണം റീസെൻ്റ് ആയിട്ടുള്ള പല മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, മര്യാദയ്ക്കുള്ള ഫുട്ബോൾ കളിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, എങ്ങനെയൊക്കെയോ ജയിക്കുന്നു. അപ്പം ലീഡ്സുമായിട്ട് തോക്കുന്നു, ചെൽസിയുമായിട്ടുള്ള ജയം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ചെൽസി എന്ന് പറയുന്നത് അവരുടെ ഏറ്റവും മോശം സമയത്ത് നിൽക്കുന്ന ചെൽസിയെ തോപ്പിച്ചിട്ട് നമ്മൾ മൈക്കിൾ ക്യാരിക്കിന് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ്. അപ്പം ജിം റാഡ്ക്ലിഫാണ് എല്ലാത്തിനും ഒരു ഫൈനൽ ഡിസിഷൻ നടത്തുന്നത്. ജിം റാഡ്ക്ലിഫിന് ഒരു വമ്പൻ പേഴ്സണാലിറ്റിയാണ് വേണ്ടത്, ഒരു സീരിയൽ വിന്നറിനെയാണ് വേണ്ടത് എന്ന തരം റിപ്പോർട്ട്സൊക്കെ വരുന്നുണ്ട്. അങ്ങനാണെങ്കിൽ ഒരിക്കലും മൈക്കിൾ ക്യാരിക്കിന് ചാൻസ് കിട്ടത്തില്ല. പക്ഷേ ഇപ്പം വരുന്ന റിപ്പോർട്ടൊക്കെ അനുസരിച്ച് പലരും പറയുന്നത് മൈക്കിൾ ക്യാരിക്കാണ് ലീഡിങ് കാൻഡിഡേറ്റ്. പക്ഷേ ചുമ്മാ ഒരു സിൽവർ പ്ലേറ്റിൽ വെച്ചുകൊണ്ട് മൈക്കിൾ ക്യാരിക്കിന് ആ ഒരു ജോലി കൊടുക്കാൻ ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തയ്യാറാകത്തില്ല. നഗൽസ്മാൻ വേഴ്സസ് മൈക്കിൾ ക്യാരിക്കാണ് ഇപ്പോഴത്തെ ഒരു ഫൈറ്റ് എന്നാണ് പലരും പറയുന്നത്. അപ്പം നഗൽസ്മാന് സപ്പോർട്ടായിട്ട് നമ്മുടെ ക്ലബിൽ തന്നെ ക്രിസ്റ്റഫർ വിവലുണ്ട്. അതുകൊണ്ട് തന്നെ നഗൽസ്മാൻ ആ ഒരു സിസ്റ്റത്തിനുള്ളിൽ അല്ലെങ്കിൽ ആ ഒരു
എന്നാ പറയുന്നത്, ഇങ്ങനത്തെ ഒരു ഹൈറാർക്കിയുടെ അണ്ടറിൽ വർക്ക് ചെയ്യാൻ പറ്റിയ മാനേജറാണ്. RB ലൈപ്സിക്കിലൊക്കെ പുള്ളി അങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു മാനേജറിനെ കൊണ്ടുവരാൻ യുണൈറ്റഡ് നോക്കുന്നുണ്ട്. മാനേജറിൻ്റെ കാര്യത്തിൽ ഇതുവരെയായിട്ടൊരു കൺഫർമേഷൻ ഇല്ല. ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് വേഴ്സസ് കാരിക് ആൻഡ് നഗൽസ്മാൻ എന്നാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ചന്നം എന്ന കമൻസ് ആയിട്ട് ഇടാൻ മറ്റൊരു നല്ല വീഡിയോ ഇടണം.